ദീപക് മലമയും അഷ്കർ അലി കരിമ്പയും കൂടി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. ദീപക്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രചാരണ വിഷയമാകാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നതാണ്. PV അൻവർ അദ്ദേഹം UDF പാളയത്തിലേക്ക് എത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റെന്തൊക്കെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറത്ത് ദേശീയപാത വിഷയമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ നിലമ്പൂരിൽ ചർച്ചയാകാൻ പോകുന്നത്? വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ വിഷയങ്ങൾ പോലും സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും അത് നിലമ്പൂരിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പരീക്ഷണശാല എന്നുള്ള നിലയിൽ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടി വരുമെന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പ്രത്യേകിച്ച് LDFനെ സംബന്ധിച്ച സിറ്റിംഗ് സീറ്റ് അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ചില വികസന നേട്ടങ്ങൾ അത് ഉയർത്തി കാണിക്കുക, കൃത്യമായി നേരത്തെ സുരാജൊക്കെ പറഞ്ഞതുപോലെ ഒരു സമരം എന്നുള്ള കണക്കിന് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുക എന്നുള്ള നിലപാട് LDF സ്വീകരിക്കുമ്പോൾ, മറുവശത്ത് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. അവർ അതിന് പറയുന്നത് വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങൾ അത് ഉയർത്തി കാണിക്കേണ്ടതുണ്ട്. ആദിവാസികളുടെ ഭൂമി പ്രശ്നം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതേസമയം തന്നെ ഇവിടെ നിലമ്പൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം UDF ക്യാമ്പിനെ സംബന്ധിച്ചുമുണ്ട്. അതേസമയം നേരത്തെ രഞ്ജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ NDA ഈ വിഷയങ്ങളൊക്കെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മുന്നണികളും സമാനമായ രീതിയിൽ ഇത്രയും കാലം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള നിലപാട് തുറന്നു കാണിക്കുക, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലുമാണുള്ളത്. അതേസമയം ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് ഏത് നിലയ്ക്ക് അവതരിപ്പിക്കാൻ മുന്നണികൾക്ക് കഴിയുമെന്നുള്ള ചോദ്യമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഒരു ചേട്ടൻ ടാക്സി ഓടിക്കുന്ന ആളാണല്ലേ, എന്തൊക്കെയായിരിക്കും ഇവിടെ ചർച്ച ചെയ്യുക? എന്താ അണികളൊക്കെ ഭയങ്കര ആശ്വാസത്തിലല്ലേ, പിന്നെ എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പ് നടക്കുക ഇല്ല എന്നുള്ളൊരു അമാന്തിച്ച് നിൽക്കുന്ന ടൈമിന് ഒരു സസ്പെൻഷൻ ന്യൂസ് പോലെ വന്നതാണ്. ഇപ്പം ഒരു ഭയങ്കര സർപ്രൈസ് ന്യൂസായി മാറി. ഇപ്പം എന്തായിരിക്കും ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്? വികസനം ഉണ്ടായിട്ടുണ്ടോ, വികസനം ഉണ്ടായിട്ടില്ല? കാണില്ല. ഇപ്പം നിങ്ങൾ ഈ സംസാരിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി തന്നെ കണ്ടില്ലേ? 6-7 വർഷമായി ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട്. ഇവിടെ ആളുകളെ, ബസ് യാത്രക്കാരെ ബുദ്ധിമുട്ടുകൾ, മറ്റതും അങ്ങനെ പല സംഭവങ്ങളും ചർച്ച ചെയ്യേണ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പരപ്പനങ്ങാടി നാടുകാണി ഹൈവേയുടെ കാര്യം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളേ ഉള്ളൂ. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ പ്രശ്നങ്ങളേ ഉള്ളൂ. അത് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ അത് ആർക്കായിരിക്കും? തീർച്ചയായിട്ടും UDF അധികാരത്തിലെന്ന് തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതാണ് നിങ്ങളുടെ പ്രതീക്ഷ? പെടുത്തും, അല്ലെങ്കിൽ ഞങ്ങൾ പെടുത്തും. അത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതാണ്. ഇവിടെ മറ്റാളുകൾ കൂടിയുണ്ട്. ചേട്ടാ, ഈ മണ്ഡലത്തിലുള്ള ആളാണോ? അല്ലല്ലേ, ഓടിപ്പോവാണോ? ഇവിടെ ആളല്ലേ? തെരഞ്ഞെടുപ്പൊക്കെ വന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇവിടെ ആളല്ല, മാവലായിക്കാരനാണെന്നുള്ളതാണല്ലേ. ഓക്കെ, എന്തായാലും ആളുകളെ സംബന്ധിച്ച് അവർക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാനുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഏത് തരത്തിലാണ് മറുപടി മറ്റുള്ള നേതാക്കളൊക്കെ നൽകുന്നത് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ നമുക്കുമുണ്ട്. എന്തായാലും നിരവധിയായ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ സജീവ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുക തന്നെ ചെയ്യും. ഒപ്പം ദേശീയപാത വിഷയം ഒക്കെ ചർച്ചയാകും. ഭരണ നേട്ടങ്ങൾ ഏതായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അഷ്കർ അലി കരിമ്പ കൂടി ചെയ്യുന്നു. അഷ്കർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ രാജിവെച്ചതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. അൻവർ ഫാക്ടർ അതുണ്ടാകുമെന്നാണ് ഇന്നിപ്പോൾ VD സതീശനും സണ്ണി ജോസഫും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടത്. പക്ഷെ അങ്ങനെയൊരു സംഗതി ഇല്ല. ഇത്തരത്തിൽ വ്യക്തിപ്രഭാവമല്ല, രാഷ്ട്രീയം നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുക എന്നത് CPM വാദിക്കുകയും ചെയ്യുന്നു. അൻവർ ഇഫക്റ്റ് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? പ്രത്യേകിച്ച് അദ്ദേഹം ഉയർത്തുന്ന പല ജനകീയ പ്രശ്നങ്ങളും അത് വലിയ ചർച്ച തന്നെയാണല്ലോ സമൂഹത്തിൽ. വിനീത, നിലമ്പൂരിനെ സംബന്ധിച്ചില്ലെങ്കിൽ PV അൻവറെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായ ഒന്ന് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം PV അൻവറിന്റെ തന്നെ രാഷ്ട്രീയ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമെന്ന് പറയുന്നത് അത് നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ UDF സ്ഥാനത്ത് വിജയിക്കുക എന്നുള്ളതാണ്. കാരണം നിരുപാധികമായി UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും അവിടെ മണ്ഡലത്തിൽ UDF വലിയ തോതിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത് PV അൻവറാണ്. സ്വാഭാവികമായും പിണറായി സത്തിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ എന്നുള്ള വലിയ പ്രചാരണം മുഴക്കിക്കൊണ്ട് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും അൻവറിന് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. ഏതെങ്കിലും വിധത്തിൽ അവിടെ UDF പരാജയപ്പെടുകയാണെങ്കിൽ അത് അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ബാധിക്കും. മുന്നണിയിലേക്കുള്ള UDFിന്റെ മുന്നണി പ്രവേശനത്തിൽ പോലും ഒരുപക്ഷെ വിള്ളലുകൾ വീഴാൻ അത് സാധ്യതയിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അതേസമയം PV അൻവർ വലിയ പിന്തുണയോടെ തന്നെ UDFിന്റെ സ്ഥാനാർത്ഥി അവിടെ വലിയ വോട്ടിൽ വിജയിച്ചു കയറുകയാണെങ്കിൽ സ്വാഭാവികമായും PV അൻവറിന് അത് ഒന്നുകൂടി അരക്കെട്ടുറപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയായി മാറും. മാത്രമല്ല UDF പ്രവേശനത്തിലേക്ക് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ UDFിന്റെ
കോൺഗ്രസിന്റെ ഭാഗവാക്കാകുന്നതിലൊക്കെ തന്നെ അത് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പി വി അൻവറെ സംബന്ധിച്ചും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഇനി അതിന്റെ മറുപക്ഷം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ എങ്ങനെ ഫാക്ടറാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ഏറെക്കാലമായി UDF-ന്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളത്. ഒരുപാട് കാലം ആര്യാടൻ മുഹമ്മദ് കുത്തകയാക്കി വെച്ചിരുന്നു. അതിൽ ടി.കെ. ഹംസ അട്ടിമറിച്ച ചരിത്രമുണ്ട്, കുഞ്ഞാലി അട്ടിമറിച്ച ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറെക്കാലം UDF-നൊപ്പം നിന്ന ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂരിലേത് എന്ന അർത്ഥത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത്തരം ഒരു മണ്ഡലത്തിൽ അതിന് ചരിത്രം മാറ്റി എഴുതിയ നിലമ്പൂരിനെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം 2 തവണ തുടർച്ചയായി നിർത്തിയ ഒരു കരുത്ത് എന്ന് പറയുന്നത് അത് പി വി അൻവർ തന്നെയാണ്. LDF-ന്റെ വോട്ടുകൾക്കൊപ്പം പി വി അൻവർ എന്ന ഫാക്ടർ കൂടി വർക്ക് ചെയ്തതോടെയാണ് അത്തരം ഒരു വിജയം LDF-ന് അവിടെ നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഫാക്ടർ ഇല്ല എന്നുള്ള കാര്യമാണ് CPM നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. അൻവർ ഒരു ഫാക്ടറായി അവിടെ വർക്ക് ചെയ്യുകയില്ല. മാത്രമല്ല അൻവറിനെതിരെയുള്ള ഒരു മറുപടിയായി കൂടിയും നിലമ്പൂരിന്റെ വിജയത്ത് മാറുമെന്ന് CPM ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ പോലും ഇല്ലെങ്കിൽ പരസ്യമായി പറയുമ്പോൾ പോലും അൻവറിനെ പരാജയപ്പെടുത്തുക, നിലമ്പൂരിൽ വിജയിക്കുന്നതോടൊപ്പം തന്നെ അൻവറിനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് യഥാർത്ഥത്തിൽ CPM-ന്റെ മുമ്പിലുള്ളത്. അതല്ലാത്ത പക്ഷം വലിയ തോതിൽ UDF-ഉം അൻവറും വിജയിച്ചു കയറുകയാണെങ്കിൽ അതിൽ രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ഒരു സാഹചര്യം CPM-ന് മുമ്പിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പി വി അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറായി തന്നെ നിലനിൽക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അതിനോടൊപ്പം തന്നെ വലിയ തോതിൽ രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് കൂടിയായിരിക്കും ഒരു പക്ഷേ പി വി അൻവറുടെ ഭാഗത്തുനിന്നും ഈ നിലമ്പൂർ ഇലക്ഷനിൽ നമുക്ക് കാണേണ്ടി വരിക.